രാവിലെ തുടർച്ചയായി തുമ്മൽ വരാറുണ്ട്. മൂക്കിൽ നിന്ന് വെള്ളം പോലെ ഒഴിക്കാറുണ്ട്. മൂക്കും തൊണ്ടയും കടുപ്പമുള്ള ചൊറിച്ചിൽ. ഇത് സാധാരണ ജലദോഷമല്ല. ഇത് തുടർച്ചയായി വരുന്നത് കൊണ്ട് ഇത് ഉറപ്പായിട്ടും അലർജിക് റൈനൈറ്റിസ് ആകാനാണ് ചാൻസ്. എന്താണ് അലർജിക് റൈനൈറ്റിസ്? അതായത് തുടർച്ചയായി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തുടർച്ചയായി തുമ്മൽ, മൂക്കിൽ നിന്നും വെള്ളം പോലെ മ്യൂക്കസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ തൊണ്ടയിലും കണ്ണിലും അതുപോലെ തന്നെ ചെവിയിലും ഒക്കെ ഇറിറ്റേഷൻ, അതായത് ഒരു ചൊറിച്ചിലും പോലെ അസഹനീയമായ ചൊറിച്ചിൽ നമുക്ക് ഫീൽ ചെയ്യാം. എസ്പെഷ്യലി പിന്നെ അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളവും നമുക്ക് ഫീൽ ചെയ്യാം. എന്തുകൊണ്ടാണ് രാവിലെ ഇത് കൂടുതൽ എന്ന് പറയുന്നത്? രാത്രിയിൽ നമ്മൾ കിടക്കയിൽ ഈ പൊടികൾ കൂടിയിരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ നമ്മളുടെ ബെഡ്ഷീറ്റുകൾ പ്രോപ്പറായിട്ട് നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഡസ്റ്റ് ഉണ്ടായി. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ പറയുന്ന അലർജിക് റൈനൈറ്റിസ് രാവിലെ പ്രോമിനന്റ് ആവാൻ കാരണം ഇതാണ്. അപ്പൊ നമ്മളെ ചുറ്റിനും നമ്മുടെ റൂം മൊത്തം പൊടി, ഇതെല്ലാം കാരണമാണ് അത് വരുന്നത്. അതുപോലെ തന്നെ പഴയ തലങ്ങണി ഉറകള്, അതുപോലെ മൃഗങ്ങൾ, ഇപ്പൊ സപ്പോസ് നമ്മുടെ വീടുകളിൽ നമ്മൾ പൂച്ചയെ പട്ടിയൊക്കെ വളർത്തുന്ന കൂട്ടത്തിലാണെങ്കിൽ അവരുടെ രോമങ്ങളൊക്കെ ഈ ബെഡിലൊക്കെ കാണും. ഇപ്പൊ നമ്മൾ എത്ര തട്ടിക്കുറഞ്ഞാലും ഇതൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ നമ്മൾ കിടക്കുമ്പോൾ ഇത് ഡയറക്റ്റ് നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ കയറി നമുക്ക് ഈ പറയുന്ന അലർജീസ് ഉണ്ടാക്കുന്നു. സാധാരണ ജലദോഷമാണോ അലർജി ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴേ പറഞ്ഞു, അലർജി ആണെങ്കിൽ കണ്ടിന്യൂസ് സ്നീസിങ്, അതുപോലെ തന്നെ വാട്ടറി ആയിട്ടുള്ള മ്യൂക്കസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നോർമൽ ആയിട്ടുള്ള ജലദോഷമാണെങ്കിൽ ഇച്ചിരി കട്ടിയായിരിക്കും ഈ പറയുന്ന മ്യൂക്കസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ട്രിഗറിംഗ് ഫാക്ടർ, ഈ പറയുന്ന രാവിലെ തന്നെ ജലദോഷം വരണമെന്ന് ഇല്ല. അപ്പൊ ഈ വക കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ എങ്ങനെ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ചെറു ചൂടുവെള്ളം കുടിക്കുക. ഇത് ചെറു ചൂടുവെള്ളമാണ്, തിളച്ച വെള്ളമല്ല, ചെറിയ ചൂടുവെള്ളം കുടിക്കുക. അത് നമുക്ക് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഒക്കെ ആശ്വാസം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുക, ചെറിയ രീതിയിൽ ആവി പിടിക്കുക. അത് പ്ലെയിൻ വാട്ടറിൽ ആവി പിടിക്കണം, അല്ലാതെ വിക്സോ അല്ലെങ്കിൽ തുളസി ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ ഈ ആവി പിടിക്കുമ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലെയിൻ വാട്ടറിൽ ആവി പിടിക്കുക. പിന്നെ പറയാനുള്ളത്, നമ്മളുടെ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റും തലങ്ങണി ഉറയും എല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മളിത് മാറ്റണം. രാവിലെ എഴുന്നേറ്റ ഉടനെ തണുപ്പ് കൂടുതലുള്ള ഏരിയാസിലേക്ക് മാക്സിമം പോവാതിരിക്കുക. കുറച്ചൊക്കെ ഇപ്പം നമ്മൾ മഞ്ഞൊക്കെ ആണെങ്കിൽ ആ മഞ്ഞൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം മാത്രം പുറത്തോട്ട് ഇറങ്ങാം. ഹോമിയോപ്പതിയിൽ അലർജി റൈനൈറ്റിസിനായിട്ട് മെഡിസിൻസ് ഉണ്ട്. നമ്മൾ ഓരോ പേഷ്യൻസിനെയും ഇൻഡിവിജ്വലൈസ് ചെയ്ത് അവിടെ സിംറ്റംസ് കളക്ട് ചെയ്ത് മെഡിസിൻസ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് പ്ലസ് മെഡിസിൻസും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ അലർജിയിൽ നിന്നും വിട്ടുമാറാം. ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക, റീഷെയറും ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ ഇറ്റ്സ് മൈ ടോക്ക് വിത്ത് ഡോക്ടർ ആർട്ടിസ്റ്റ് സൈനിങ് ഓഫ്. താങ്ക് യു.